കേരളത്തിൽ യു.ഡി.എഫിന് അനുകൂലമായ ഉണ്ടായ കുത്തൊഴുക്കിൽ എല്ലാ ഒറ്റപ്പെട്ട മരങ്ങളും കടപുഴകി വീണു. പൊന്നാനിയിലെ പരാജയവും അതിന്റെ ഭാഗമാണെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ പറഞ്ഞു. തിരൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അവർ. കഴിഞ്ഞ തവണ തന്നെ വലിയ ഒരു ഒഴുക്കാണ് യു.ഡി.എഫിന് അനുകൂലമായിട്ടുണ്ടായത്. കാരണം രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം കൊടുക്കുന്ന ഒരു ബാറ്റിൽ ഫീൽഡ് എന്ന രീതിയിലായിരുന്നു ജനം അതിനെ നോക്കിക്കണ്ടത്. അത് ഇത്തവണയും അതുപോലെ ആവർത്തിച്ചു എന്ന് മാത്രമല്ല, മലബാറിലൊക്കെ എല്ലാ മണ്ഡലങ്ങളിലും വയനാടും പൊന്നാനിയും മലപ്പുറം ഒഴിച്ചുള്ള മലബാറിലെ മണ്ഡലങ്ങളിൽ ഭൂരിപക്ഷം ഇരട്ടിച്ചു. യു.ഡി.എഫിൻ്റെ ഭൂരിപക്ഷം ഇരട്ടിച്ചിരിക്കുകയാണ്. പൊന്നാനിയിലും മലപ്പുറത്തും ചെറിയ വർധനവാണ് വന്നത്. വയനാട് കുറച്ച് കുറയും ചെയ്തു. മറ്റ് കോഴിക്കോടടക്കം ഇരട്ടിച്ചു. പാലക്കാടൊക്കെ ഗംഭീരമായ വർധനവാണ് യു.ഡി.എഫിനുണ്ടായത്. അപ്പോൾ വ്യാപകമായിട്ടുള്ള ഒരു തരംഗം ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മളതിനെ നോക്കിക്കാണുന്നത് മോഡി ഗവൺമെൻറ്റിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കാനുള്ള ജനങ്ങളുടെ ഒരു പ്രതിജ്ഞാബദ്ധതയുണ്ടായിരുന്നു. ആ സമയത്ത് ആദ്യമായി ഇന്ത്യയിൽ രൂപം കൊണ്ട ഇന്ത്യ മുന്നണി എന്ന സംവിധാനത്തിന് ഫാസിസ്റ്റ് ഗവൺമെൻറ്റിനെ താഴെ ഇറക്കാൻ കഴിയുമെന്ന് ജനങ്ങൾ വിശ്വസിച്ചിരിക്കുന്ന ഒരു സന്ദർഭത്തിലാണ്, ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പ് വന്നത്. എന്നാൽ ആ ഇന്ത്യ മുന്നണിയിൽ കേരളത്തിൻ്റെ ഇടതുപക്ഷം പെടുന്നുണ്ട് എന്ന സംഗതി വസ്തുത അംഗീകരിക്കാൻ ബോധ്യപ്പെടാൻ കേരളത്തിലെ വോട്ടർമാർക്ക് സാധിച്ചിട്ടില്ല. സത്യത്തിൽ പറഞ്ഞാൽ ഒരു മിസ്അണ്ടർസ്റ്റുഡ് വോട്ടേഴ്സ് ആയിരുന്നു ഉണ്ടാകുന്നത്. ഇന്ത്യ മുന്നണിയിൽ കേരളത്തിൽ ആ മുന്നണി സംവിധാനത്തിലൊരു മത്സരം ഇല്ലായിരുന്നുവെങ്കിലും ദേശീയ അടിസ്ഥാനത്തിൽ ആ മുന്നണിയുടെ ഭാഗമായിരുന്നു ഇടതുപക്ഷവും. പക്ഷെ ജനം കണക്കാക്കിയത്, ജനത വിലയിരുത്തിയത്, വോട്ടർമാർ വിലയിരുത്തിയത് ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം നൽകുന്ന, അല്ലെങ്കിൽ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വരെ പറയപ്പെടുന്ന രാഹുൽ ഗാന്ധി നേരിട്ട് നേതൃത്വം നൽകുന്ന ഒരു തെരഞ്ഞെടുപ്പ് മേഖലയാണ് കേരളം എങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നിൽക്കാമല്ലോ. കേരളത്തിൽ യു.ഡി.എഫിന് അനുകൂലമായി ഉണ്ടായ കുത്തൊഴുക്കിൽ എല്ലാ ഒറ്റപ്പെട്ട മരങ്ങളും കടപുഴകി വീണു. പൊന്നാനിയിലെ പരാജയവും അതിന്റെ ഭാഗമാണെന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ.എസ്. ഹംസ. മലബാറിലെ മറ്റു മണ്ഡലങ്ങളിൽ ഉണ്ടായ ആനുപാതിക വർധനവ് പൊന്നാനിയിലും ഉണ്ടായിട്ടില്ല. സമസ്തയിലെ വോട്ട് തനിക്ക് ലഭിച്ചിട്ടുണ്ടാകും. ജനങ്ങൾ ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചു. ഇടതുപക്ഷം ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണെന്ന് ജനങ്ങളെ മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്നും കെ.എസ്. ഹംസ തിരൂരിൽ പറഞ്ഞു. മലപ്പുറം ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ 12ാം വാർഷികാനുബന്ധിച്ച് ഒരു അടിപൊളി ഓഫർ. എന്താന്നല്ലേ, 1/2 പവൻ മുകളിലെ എല്ലാ സ്വർണ്ണാഭരണ പർച്ചേസിനും ഒരു ഗോൾഡ് കോയിൻ സമ്മാനം. 17,000 മുതൽ 1 ലക്ഷം വരെയുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും നിങ്ങൾക്ക് നേടാം ഒരു ഗോൾഡ് കോയിൻ. 1 ലക്ഷം മുതലുള്ള എല്ലാ ഡയമണ്ട് പർച്ചേസിനും ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനം. അൺകട്ട് ഡയമണ്ടിന് ഓർണമെന്റ്സിന് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. അതിന്റെ പുറമെ ഇതിന്റെ സ്റ്റോൺസിന് 25% ഡിസ്കൗണ്ട് ലഭിക്കുന്നു. വെള്ളി ആഭരണങ്ങൾക്ക് 25% മുതൽ ഡിസ്കൗണ്ടും കൂടാതെ വാച്ചുകൾക്ക് 50% മുതൽ സ്പെഷ്യൽ ഡിസ്കൗണ്ടും ഉണ്ട്. 1 ഗ്രാം മുതലുള്ള റോസ് ഗോൾഡ് ജ്വല്ലറിന്റെ വിപുലമായ കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. ആന്റിക് ആൻഡ് സിംഗപ്പൂർ ഗോൾഡ് ആഭരണങ്ങൾക്ക് 0% മുതലാണ് പണിക്കൂലി വരുന്നത്. തെരഞ്ഞെടുക്കപ്പെടുന്ന 3 വെഡിംഗ് കസ്റ്റമേഴ്സിന് പണിക്കൂലി സൗജന്യം. അതായത് ഫസ്റ്റ് പ്രൈസ് 100%, സെക്കൻഡ് പ്രൈസ് 50%, തേർഡ് പ്രൈസ് 25% പണിക്കൂലികളാണ്. ജൂലൈ 31 വരെ ഓരോ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഒട്ടനവധി സമ്മാനം. അത് കൂടാണ്ട് മെഗാ നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് നേടാം ഫസ്റ്റ് പ്രൈസ് ഡയമണ്ട് നെക്ലസ്, സെക്കൻഡ് പ്രൈസ് ഫ്രിഡ്ജ്, തേർഡ് പ്രൈസ് വാഷിംഗ് മെഷീൻ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ മലപ്പുറം കോട്ടപ്പടിയാണ്.